എന്താ പേര്? സജിത്ത്. മെക്കാനിക്കാണ് അല്ലേ? പിന്നെ എവിടെയാണ് ചെയ്യുന്നത്? അരിയാൽത്തറക്കുന്നു അല്ലേ? നിങ്ങളോ എന്ത് ചെയ്യുന്നു മോളെ? പഠിക്കുന്നു. പിന്നെ എത്രയല്ല പഠിക്കുന്നത് ഇപ്പോൾ? ഏത് സ്കൂളാണ്? ഇവിടെ തന്നെ പള്ളിക്കുന്ന് തന്നെ. അപ്പോൾ പിന്നെ നല്ല പഠിക്കലുണ്ടോ? മാർക്ക് എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം? ചെന്ന് ചിത്രമൊക്കെ വരക്കലുണ്ടെന്ന് കേട്ടല്ലോ. വരക്കലുണ്ട് അല്ലേ? നല്ലോണം വരക്കണം കേട്ടോ. വരച്ചാലും ക്ലിയർ ആക്കണം. പിന്നെ ഇങ്ങനെ കുട്ടീൻ്റെ കഴിവ് എപ്പോഴാണ് മനസ്സിലാക്കിയത്? മൂത്തോളൂ അത് പുറത്ത് കാലം കൊടുക്കാറുണ്ടല്ലേ ഈ സാധനം? ആ അതെ അതെ. ഇതാണ് ഇവരെ ഫാമിലി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയും ഒരു കൂടി. സജിത്ത്, ശ്രീമ, സിജിമ, സജിമ. അപ്പം ഇവരെല്ലാം മാന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കലാകാരന്മാരുമാണ്. എല്ലാമാണ്. അമ്മയും കലാകാരിയാണ്, കേക്ക് കൊണ്ടുള്ള ഒരു കലാകാരി, അച്ഛനൊരു കലാകാരനാണ്, വാഹനം കൊണ്ടുള്ള കലാകാരി, പിന്നെ മോള് രണ്ടാളും ചിത്രം വരയ്ക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനൊരു കലയും കൊണ്ട് മക്കൾക്ക് ഇത്രയും പ്രോത്സാഹനം കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകുന്ന അച്ഛന്മാരും മറ്റുള്ള അച്ഛന്മാരും കണ്ടുപഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്നുണ്ട്. നല്ല ഫാമിലിയിൽ എത്തിപ്പെടാനും നമുക്കത് കാണാനും അവരെ പരിചയപ്പെടാനും അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. അപ്പം അതുപോലെ തന്നെ നമുക്ക് തൽക്കാലികമായി നമ്മൾ വിട പറയാമെന്നും. ഇപ്പം നമ്മുടെ ചാനലിൽ കാണാറുണ്ടോ നമ്മള്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടി അറിയാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ആത്മീയമായ ഒരു ചാനലിലൂടെയാണത്. ഈ ഒരു എന്താ പറയേണ്ടത്, ഈ ഒരു മുത്തപ്പൻ്റെ ഒരു സന്നിധിയിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു ചാനലില് യൂട്യൂബറായിട്ട് പരിചയപ്പെടാൻ പറ്റിയതും മോക്ക് ഇങ്ങനെ ഒരു 4 ആൾ അറിയുന്ന ഒരു ഭാഗ്യം മോക്ക് കൈവന്നതും ഈ ഒരു ചാനലിലൂടെ വന്നത് കൊണ്ട് മാത്രമാണ്. അതിന് മുത്തപ്പൻ്റെ ഒരു സഹായം കൂടിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്. മുത്തപ്പൻ തന്നെയാണ്. കാരണം നമുക്ക് വേറെ ആരുമല്ല. നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് മുത്തപ്പനാണ്. ഇപ്പോഴും മുത്തപ്പൻ തന്നെയാണ്. മുത്തപ്പനെ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ആ ചിത്രം മുത്തപ്പനെ കൊടുക്കുമ്പോൾ തന്നെ മുത്തപ്പൻ വരട്ടുണ്ടായി. 4 ആൾ അറിയാനുള്ള ഒരു ഭാഗ്യം കൂടെ ഈ ചിത്രം തരുമ്പോ മോക്ക് കൈവരുന്നത്. അങ്ങനത്തെ സംഭവിച്ചില്ലേ? ആ സ്പോട്ട് തന്നെ അത് തന്നെ അന്ന് അത് ഒരു നിമിത്തായി. അതെ അതെ. അപ്പോൾ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ മോനെ. 9747816412. അപ്പം ഈ ചിത്രം വേണ്ടിയെങ്കിലും അതുപോലെ കേക്ക് വേണ്ടിയെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ നിങ്ങൾ അഥവാ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുമ്പിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് വീട്ടിലേക്ക് സേവ് ചെയ്യുന്നതായിരിക്കും. എവിടെയായാലും ഇനിയിപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞാലും എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾ ഗൾഫിൽ നിന്നെല്ലാം ഓർഡർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുതരാൻ ബുദ്ധിമുട്ടായിരിക്കും. കൊണ്ടുപോകാൻ പറ്റുന്നു അല്ലേ? ഗൾഫിൽ നിന്നെല്ലാം പറ്റുമോ? എത്തിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെപ്പറ്റി വിശദമായിട്ട് ഇവർ അത് നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തു. പക്ഷേ കേക്ക് സൂപ്പറാണ്. 1-1.5 അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ കാഴ്ചകളും ഈ ഫാമിലി കാഴ്ചകളും താൽക്കാലികമായി വിട പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണ് ക്ഷേത്രം വിട്ടിട്ടെല്ലാം കൂടി വെജി ഫാമിലി? കാരണം അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാവലിംഗ് ബ്ലോഗിംഗ് ആണ്. അപ്പോൾ ആ യാത്രക്കിടയിൽ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ എൻ്റെ മോള് നല്ല ചിത്രങ്ങൾ നല്ല ഇതിൽ വരക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരുള്ള കാണാനും പരിചയപ്പെടാനും ഇവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ ആ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം. അത് പെൺകുട്ടിയായിട്ട് മാത്രമല്ല, ആൺകുട്ടികളായാലും ആരെയായാലും നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൾ കാണിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും വരും. എൻ്റെ ട്രാവലിംഗ് ചാർജ് തന്നാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? കാരണം വയനാട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും അടിപൊളി ഫാമിലിയാണ് കേട്ടോ. ഇതുണ്ടോ ഇവള് വരച്ചതാ കേട്ടോ. അടിപൊളി ചുമന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ചിത്രം വരച്ചത്. എന്ത് പേരാണ് നമ്മൾ ചെയ്തത്? ബേഡ്സ് ഒക്കെ അല്ലേ? ഇത് പക്ഷിയാണ് കേട്ടോ ഇതിനോളിരിക്കുന്നത്. നമ്മൾ നീക്കുണ്ടാകുന്ന വേറെ ആക്കിയിട്ടില്ല. പക്ഷിയാണ്. കുറേ പക്ഷി ഉള്ളതുകൊണ്ടാണ് അത് പെട്ടെന്ന് നമുക്ക് തിരിയാതെ. എല്ലാം ഒറ്റക്കാക്കിയിട്ടില്ല. എല്ലാവരും ഈരണ്ടായി കഴിഞ്ഞ അതുകൊണ്ടത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി ചിത്രം കണ്ട് വെച്ചിട്ട്. ഇപ്പോൾ ഒരാളെ കഴിവാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക. എന്നാൽ ശരി, എല്ലാവരോടും യാത്ര പറയും കേട്ടോ. നല്ല നമസ്കാരം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.
ഇപ്പം നല്ല കഴിവും നല്ല ഇതുള്ള കുട്ടിയായതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ നല്ല ഫാമിലിയാണ്, അപ്പോൾ പരിചയപ്പെട്ടത് തന്നെ നല്ല ഇത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അവൾക്ക് നല്ല കഴിവുണ്ട്. അപ്പോൾ അവളെ ചിത്രീകരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഇതിപ്പോൾ 2-3 ദിവസം നല്ല മഴയാണ്. ചിത്രീകരിക്കാനായിട്ട് ദൈവം ഈ സമയം വരെ ഞാൻ തിരിച്ചു പോകുന്നവരെ മഴ ഉണ്ടാക്കിയില്ല കേട്ടോ. ഓക്കെ, നല്ല വെയിലാണ്. ഇപ്പം കുറച്ച് മഴക്കാർ വന്നിട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. 2 ഫാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, ഉരുൾപൊട്ടുന്ന സ്ഥലത്തൊക്കെ നിൽക്കരുത്. ഇനിയും 2 ഉരുൾപൊട്ടലും കൂടി വരാനുണ്ട്. അത് വെലുങ്ങനല്ല, ചെറിയ ഒരു വിധത്തിലാണ് വരാനുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ കാണുക, ഇതാക്കുക. നമുക്ക് തന്ന 3 എണ്ണമാണ് വരാനുള്ളത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നഷ്ടപ്പെട്ടത് നമുക്ക് കണ്ടില്ലേ, പറഞ്ഞ അനുസരിക്കാണ്ട് നിൽക്കുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു അപകടങ്ങളിൽ പോയി പോകും. മനസ്സിലായില്ലേ? ആ ദുഃഖത്തിൽ ഇപ്പം ആദ്യം എനിക്ക് പറയാനുള്ളൂ, ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇനി അവരുടെ ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് കൂടിയിട്ട്. നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകത, നമ്മളെവിടെയും ആരും ചാടിയിട്ട് പോവില്ല, കാരണം വഴിക്ക് ഇട്ടിട്ട് പോവില്ല. അവരാണ് ശരി മണക്കോ. വയനാട്ടിലേക്ക് ഇപ്പം പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ വയനാട്ടിലേക്ക് നമ്മൾ പോകേണ്ട റൂട്ടിലാണ് ഇപ്പോൾ സംഭവിച്ചത്. വലിയൊരു അപകടം സംഭവിച്ചത് നമ്മളിപ്പം പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇനി പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ മഴ കുറച്ചിട്ടേ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പോവും. പിന്നെ വീഡിയോ തലശ്ശേരി ഭാഗത്ത് ഒത്തിരി ചെയ്യാനുണ്ട്. നമുക്ക് നോക്കിയിട്ട് അവിടെയും ചെയ്യാം.